കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ തുടർഭരണമെന്നത് ദശാബ്ദങ്ങളായി നിലനിന്നിരുന്ന ഒരു കീഴ്വഴക്കത്തിന്റെ ലംഘനമായിരുന്നു. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നത് വലിയ രാഷ്ട്രീയ മാറ്റമായാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ തുടർഭരണം ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സ്വഭാവത്തെയും കേരളത്തിന്റെ ജനാധിപത്യ ഘടനയെയും എപ്രകാരം ബാധിക്കുന്നുവെന്ന കാര്യത്തിൽ സാംസ്കാരിക ലോകത്ത് നിന്ന് ഉയർന്നു വന്ന വിമർശനങ്ങൾ ഇപ്പോൾ വളരെ വലുതാണ്. പ്രശസ്ത കവി സച്ചിദാനന്ദനും എഴുത്തുകാരി സാറാ ജോസഫും ഉയർത്തിയ വിമർശനങ്ങളെ വികസന നേട്ടങ്ങൾ മുൻനിർത്തി പ്രതിരോധിക്കാനാണ് CPM ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ജനാധിപത്യവും ഇടതുപക്ഷ മൂല്യങ്ങളും കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കൂടിയായ സച്ചിദാനന്ദൻ ഉന്നയിച്ച വിമർശനങ്ങൾ രാഷ്ട്രീയ കേരളം ഗൗരവത്തോടെയാണ് കാണുന്നത്. ജനാധിപത്യത്തിൽ അധികാര കേന്ദ്രീകരണം അപകടകരമാണെന്നും ഭരണപക്ഷവും പ്രതിപക്ഷവും കൃത്യമായ ഇടവേളകളിൽ മാറി മാറി വരുന്നത് ജനാധിപത്യത്തെ ആരോഗ്യകരമായി നിലനിർത്തുമെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട്. ഒരേ മുന്നണി തന്നെ അധികാരത്തിൽ തുടരുന്നത് ഭരണ സംവിധാനത്തിൽ അമിതമായ അധികാര കേന്ദ്രീകരണത്തിന് ഇടയാക്കും. ഇത് താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങളിലേക്കും ജനങ്ങളിലേക്കും ജനാധിപത്യത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തും. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടിസ്ഥാനപരമായി താഴെത്തട്ടിലുള്ള സാധാരണക്കാരുടെ പാർട്ടിയായിരിക്കണം. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യം ഉപരി മധ്യവർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ച് വർഗീയ സമുദായ സംഘടനകളുമായി നിൽക്കുന്ന സന്ധികൾ പാർട്ടിയുടെ ആശയപരമായ അടിത്തറയെ തകർക്കും. ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള നവോത്ഥാന നായകരുടെ മൂല്യങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുന്നവരെ പ്രീണിപ്പിക്കുന്നത് മതേതര കേരളത്തിന് ഗുണകരമല്ല. ഇതേ നിലപാടിനെ പിന്തുണച്ച് സാറാ ജോസഫും രംഗത്തെത്തി. അധികാരം നിലനിർത്താൻ ഏത് പിശാചിനെയും കൂട്ടുപിടിക്കുന്ന രീതി ജനാധിപത്യ വിരുദ്ധമാണെന്നും അവർ തുറന്നടിച്ചു. വികസനം എന്നത് കേവലം റോഡുകളും പാലങ്ങളും നിർമ്മിക്കുന്നത് മാത്രമല്ല, സാധാരണക്കാരന്റെ ജീവിത നിലവാരത്തിൽ എന്ത് മാറ്റം വരുന്നു എന്നതാണ് പ്രധാനമെന്നും അവർ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വിമർശനങ്ങൾ പാർട്ടിക്കുള്ളിലും പൊതുസമൂഹത്തിലും തെറ്റായ സന്ദേശം തടയാൻ CPM വ്യക്തമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. വിമർശകരെ വ്യക്തിപരമായി അധിക്ഷേപിക്കാതെ രാഷ്ട്രീയമായും ഭരണപരമായും മറുപടി നൽകാനാണ് പാർട്ടി നേതൃത്വം നൽകിയ നിർദ്ദേശം. കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലയളവിൽ കേരളം കൈവരിച്ച നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് പാർട്ടിയുടെ പ്രധാന അജണ്ട. ലൈഫ് മിഷൻ വഴി ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീട് നൽകിയത്, പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിലൂടെ സ്കൂളുകൾ ഹൈടെക് ആക്കിയത്, ആരോഗ്യ മേഖലയിലെ വിപ്ലവകരമായ മാറ്റങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഫോൺ വഴി ഇന്റർനെറ്റ് പൗരന്റെ അവകാശമാക്കിയതും ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യുന്നതും ഉയർത്തിക്കാട്ടി തങ്ങൾ അടിസ്ഥാന വർഗത്തെ മറന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത്. വരാനിരിക്കുന്ന മേഖലാ ജാഥകളിൽ വികസന രാഷ്ട്രീയത്തിന് ഊന്നൽ നൽകും. സാംസ്കാരിക നായകർ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് അക്കമിട്ട് മറുപടി നൽകി ലഘുലേഖകളും സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളും പാർട്ടി ലക്ഷ്യമിടുന്നുണ്ട്. പാർട്ടി നേതൃത്വം വ്യക്തിപരമായ ആക്രമണം വേണ്ട എന്ന് പറയുമ്പോഴും സോഷ്യൽ മീഡിയയിൽ സ്ഥിതി വ്യത്യസ്തമാണ്. സച്ചിദാനന്ദനും സാറാ ജോസഫിനുമെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. സാംസ്കാരിക അക്കാദമികളുടെ തലപ്പത്തിരുന്ന് സർക്കാരിനെ വിമർശിക്കുന്നത് ഇരട്ടത്താപ്പാണെന്ന് ഒരു വിഭാഗം ഇടതുപക്ഷ അനുഭാവികളുടെ വാദം. എന്നാൽ ഇത്തരം ആക്രമണങ്ങൾ പാർട്ടിയുടെ പ്രതിച്ഛായയ്ക്ക് മംഗളമുണ്ടാക്കുമെന്ന ഭയവും ഒരു വിഭാഗം നേതാക്കൾക്കുണ്ട്. സാംസ്കാരിക നായകരുടെ വിമർശനം ഒരു മുന്നറിയിപ്പായി കണ്ട് തെറ്റുകൾ തിരുത്താൻ പാർട്ടി തയ്യാറാകുമോ, അതോ വികസനത്തിന്റെ മറവിൽ ഈ വിമർശനങ്ങളെ മറികടക്കുമോ എന്നാണ് വരും ദിവസങ്ങളിൽ കേരളം ഉറ്റുനോക്കുന്നത്. ജനാധിപത്യത്തിൽ വിമർശനങ്ങൾ അനിവാര്യമാണ്. അത് ഭരണാധികാരികളെ കൂടുതൽ ഉത്തരവാദിത്തമുള്ളവരാക്കാൻ സഹായിക്കും. CPM നടത്തുന്ന ഈ വികസന പ്രതിരോധം ജനങ്ങൾ എത്രത്തോളം സ്വീകരിക്കുമെന്നത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫലങ്ങളെയും ബാധിക്കും. തുടർഭരണം എന്നത് വികസനത്തിന്റെ തുടർച്ചയാണോ അതോ അധികാരത്തിന്റെ അപ്രമാദിത്വമാണോ എന്ന ചർച്ച കേരളത്തിൽ വരും കാലങ്ങളിലും സജീവമായി നിലനിൽക്കും.